കോൺഗ്രസിലെ സ്ത്രീകളെ ആയിട്ടുള്ള ആയിരക്കണക്കിന് പേരുണ്ട് പല സ്ഥാനങ്ങളിൽ. അവർക്ക് മുഴുവൻ അപമാനകരമായ ഒരു പ്രസ്താവനയാണ് അവർ കൊടുത്തത്. അത് അവർ ചെയ്യരുതായിരുന്നു. അവർ ജില്ലാ കൗൺസിലിൽ മത്സരിച്ചു, കോർപ്പറേഷനിൽ മത്സരിച്ചു, സീറ്റ് കൊടുത്തല്ലേ പാർട്ടി, അസംബ്ലിയിൽ മത്സരിച്ചു. പിന്നെ ഒരു സ്ത്രീയും കഴിഞ്ഞ ഒരു കാൽനൂറ്റാണ്ടിന്റെ ഇടയിൽ PSC മെമ്പർ ആയിട്ടില്ല. PSC മെമ്പറുടെ ശമ്പളം എത്ര നിങ്ങൾക്ക് അറിയോ? പെൻഷൻ എത്ര നിങ്ങൾക്ക് അറിയോ? അത്ര വലിയ സ്ഥാനമാണ് പാർട്ടി അവർക്ക് കൊടുത്തത്. അവരാണ് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുണ്ട്, മഹിളാ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ ഈ സ്ഥാനത്തൊന്നും ആകാത്ത ആളാണ്. എന്റെയൊക്കെ ചെറുപ്പം എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥാനങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോഴാണ് സ്ഥാനങ്ങൾ ആരാണെന്ന് തീരുമാനിക്കാൻ പറ്റാവുന്ന ഒരു ടീമിൽ ഞാൻ വന്നത്. പക്ഷെ നിങ്ങൾ ഇത് അറിയണം, ഇത് എപ്പോഴാണ് ഈ ആരോപണം വരുന്നത്? CPM കാരനായ ഒരു ചാനലിന്റെ മേധാവി CPM നേതാക്കളുമായിട്ട് ഗൂഢാലോചന നടത്തിയിട്ട് CPM-നെ സഹായിക്കാൻ വേണ്ടി ഇറക്കിയേക്കുന്ന ഒരു കുക്ക്ഡപ്പ് സ്റ്റോറിയാണിത്. വേറെ ഒന്നുമില്ല ഇതിൻ്റെ. അത് നിങ്ങൾ അവരുടെ ഞാനീ പറഞ്ഞ ആളുടെ പശ്ചാത്തലം നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം. ഇത് ചോദിക്കാൻ അവരുടെ അടുത്ത് ഇന്റർവ്യൂ നടത്താൻ പോയ റിപ്പോർട്ടർ, നിങ്ങൾ അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ അറിയാം. എല്ലാ ദിവസവും CPM-നും DYFIക്കും വേണ്ടിയിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന ഒരാളാണ്. ഇവരോട് കുത്തി ചോദിക്കാൻ ശ്രമിച്ചാൽ എന്താ? ഇപ്പോ ഈ സിനിമാ രംഗത്ത് നേരിടുന്ന ആരോപണം പോലത്തെ ഒരു ആരോപണം കോൺഗ്രസിലുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തിയ ശ്രമം. അവര് പറഞ്ഞത് അവർക്ക് സ്ഥാനം കൊടുക്കുന്നില്ല. എത്രയോ സ്ഥാനം കിട്ടിയ ഒരാളാണ് ഇത് പറയുന്നത്. ഒരാൾക്ക് സ്ഥാനം കിട്ടിയില്ല എന്ന് കരുതി സ്ഥാനം കിട്ടിയ ആളുകളൊക്കെ മോശമായ വഴിയിൽ കൂടി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അത് വളരെ കഷ്ടമായി പോയി.